തെയ്യത്തിന്റെ രൂപവും തകിടുകളും കുഴിച്ചിട്ട നിലയിലാണ് കെ സുധാകരന്റെ വീടിനു സമീപത്തു നിന്ന് കൂടോത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. സുധാകരന്റെ സാന്നിധ്യത്തിൽ വസ്തുക്കൾ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എം സന്തോഷ് ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷ്, ഈ കാര്യം കെ സുധാകരൻ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോഴും ബാക്കിയാകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ആര് ചെയ്തു എന്നുള്ളത്. മാത്രമല്ല, ഇത്ര നാളിന് ശേഷം ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് എങ്ങനെയെന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഏറ്റവും പ്രധാനം, ഈ കാസർഗോഡ് കോൺഗ്രസിൽ പുകയുന്ന കാര്യങ്ങളിൽ ഉണ്ണിത്താനോട് ചേർത്ത് ഇത്തരം ആരോപണങ്ങൾ മുൻപ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അസിത, കോൺഗ്രസിൽ പലതരത്തിലുള്ള പോരുകളും വിവാദങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയത് ആയിട്ടുള്ള ഒരു വിവാദമാണ് ഈ കൂടോത്ര വിവാദം. കണ്ണൂരിലെ നടാലിലുള്ള കെ സുധാകരന്റെ വീടിന് സമീപത്ത് നിന്നും മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ ചില വസ്തുക്കൾ കണ്ടെടുത്തതാണ് ഇതിന്റെ തുടക്കം. ഇത് കൂടോത്രം ചെയ്തതിന്റെ അവശിഷ്ടങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. തെയ്യത്തിന്റെ മുഖമുള്ള രൂപവും അതോടൊപ്പം തന്നെ കൈകളുടെയും കാലുകളുടെയും എല്ലാം രൂപങ്ങളും ചില തകിടുകളുമെല്ലാമാണ് ഈ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു മന്ത്രവാദിയാണ് ഈ സാധനങ്ങൾ പുറത്തെടുത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കെ സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സംഭാഷണമുണ്ട്. അതിൽ ജീവനോടെ ബാക്കിയായത് ഭാഗ്യം എന്ന് സുധാകരൻ പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസമുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന സംഭാഷണം തന്നെയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ഇതിന് പിന്നാലെ സുധാകരൻ പ്രതികരിച്ചപ്പോഴും ഈ വസ്തുക്കൾ കണ്ടെടുത്ത കാര്യം സുധാകരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുറെ നാളുകൾക്ക് മുൻപാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് സുധാകരൻ പറയുന്നത്. മാത്രമല്ല, കൂടുതൽ അറിയണമെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കണം എന്നാണ് സുധാകരൻ പറഞ്ഞത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഏതായാലും കോൺഗ്രസിൽ ഇത് ഒരു വിവാദത്തിന് തന്നെയാണ് തുടക്കമിട്ടിരിക്കുന്നത്. മാത്രമല്ല, കണ്ണൂരിലേക്ക് സുധാകരന്റെ വീട്ടിൽ മാത്രമല്ല, തിരുവനന്തപുരത്തെ KPCC ഓഫീസിൽ സുധാകരൻ ഇരിക്കുന്ന കസേരയുടെ താഴെയും ഒരു തകിട് കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതും സുധാകരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുധാകരന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും അതോടൊപ്പം തന്നെ ദില്ലിയിലുമെല്ലാം സമാനമായ വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. ഏതായാലും സുധാകരനുമായി അടുത്ത് ബന്ധപ്പെട്ട ആരോ ആണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. സുധാകരന്റെ അടുത്ത അനുയായികൾ പറയുന്നത് സുധാകരന്റെ പാർട്ടിയിലെ ശത്രുക്കൾ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള കാര്യം ചെയ്തത് എന്നാണ്. ഏതായാലും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകും. ഏതായാലും കോൺഗ്രസിൽ വരും ദിവസങ്ങളിലും ഈ കൂടോത്ര വിവാദം പുകയും. അസിത. ശരി, എം സന്തോഷ് വിവരങ്ങൾ നൽകിയത്.